ഗദ്ദാമ എന്ന വാക്ക് സിനിമയിലൂടെയും പുസ്തകത്തിലൂടെയും മലയാളികൾക്ക് പരിചിതമാണ്. ഗൾഫ് നാടുകളിൽ വീട്ടുജോലി ചെയ്യുന്നവരുടെ പേരാണ് ഗദ്ദാമ. പലപ്പോഴും ഗദ്ദാമകളുടെ കഥകൾ വേദനകളും സങ്കടങ്ങളും നിറഞ്ഞതാണ്. എന്നാൽ അത്തരത്തിൽ യാതൊന്നുമില്ലാതെ സന്തോഷം നിറഞ്ഞ മുഖവുമായി നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു ഗദ്ദാമയുണ്ട് ഖത്തറിൽ. ഈ ഖത്തറിലെ ഗദ്ദാമയുടെ കഥയാണ് ഇനി അറേബ്യൻ സ്റ്റോറീസ് പറയാൻ പോകുന്നത്. ഗദ്ദാമ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു നീറ്റലാണ്. ജോലി ചെയ്യുന്ന വീടുകളിൽ അനുഭവിക്കേണ്ടി വരുന്ന യാതനകളും പീഡനങ്ങളും ഏറ്റുവാങ്ങുന്ന ഗദ്ദാമകളെക്കുറിച്ചാണ് നമ്മൾ എല്ലായ്പ്പോഴും കേൾക്കാറുള്ളത്. എന്നാൽ കൊച്ചി സ്വദേശിനിയായ ഷഹീദ അഷ്റഫ് എന്ന ഗദ്ദാമയുടെ ജീവിതം അറബി വീടുകളിൽ ദുരിതമനുഭവിക്കുന്ന ഗദ്ദാമകളുടെ ജീവിതത്തിൽ നിന്നും വേറിട്ടതാണ്. കടലുകൾ കടന്ന് സ്വപ്നങ്ങൾ വാരിപ്പിടിച്ച് പ്രാരാബ്ധത്തിന്റെ നടുക്കയം നീന്തിക്കടക്കാൻ കൊതിച്ച് 21-ാം വയസ്സിൽ ഖത്തറിലെത്തിയ ഷഹീദയ്ക്ക് നേരത്തെ നിരവധി യാതനകളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 7 വർഷത്തിലധികമായി ഖത്തറിലെ സ്വദേശിയുടെ വീട്ടിൽ ഗദ്ദാമയുടെ വേഷം മാത്രമേ ഷഹീദയ്ക്കുള്ളൂ. കുടുംബത്തിലെ ഒരംഗമായി സ്നേഹപൂർവ്വമാണ് ഷഹീദയെ അവർ കാണുന്നത്. കുഴപ്പമൊന്നുമില്ല, സാമ്പത്തികമായിട്ട് എനിക്കൊരു വിധം സഹായിക്കുന്ന ഒരു വീടാണ്. പാപ്പയും മാമ മക്കളും എല്ലാം നല്ലതാണ്. തന്നെ സഹോദരിയെ പോലെ സ്നേഹിക്കുന്ന സ്പോൺസറിനും കുടുംബത്തിനും വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിക്കുമ്പോഴും ഷഹീദയ്ക്ക് പരാതിയില്ല. സ്നേഹത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും മാനുഷിക ഭാവമാണ് തന്റെ സ്പോൺസറും കുടുംബവും എന്നാണ് ഷഹീദ പറയുന്നത്. ഖത്തറിലാണ് പ്രവാസത്തിന് തുടക്കമിട്ടത്. ബുദ്ധിമുട്ടുകൾ നിരവധി ഉണ്ടായിട്ടും വീടിനെ കുറിച്ചുള്ള ചിന്തകൾ ഷഹീദയെ പ്രവാസിയാക്കി. ഖത്തറിൽ കുറേ നാൾ ജോലി ചെയ്ത ശേഷം സൗദി അറേബ്യ, മസ്കറ്റ്, സ്വിറ്റ്സർലൻഡ് എന്നിവിടങ്ങളിലും ഷഹീദ ജോലിക്ക് പോയി. അതിനുശേഷം 10 വർഷത്തോളം നാട്ടിൽ തങ്ങി. എന്നാൽ പ്രാരാബ്ധങ്ങൾ ഷഹീദയെ വീണ്ടും ഖത്തറിലെത്തിച്ചു. ഇതിനിടയിൽ വിവാഹവും കഴിഞ്ഞു. 3 മക്കൾക്ക് ജന്മവും നൽകി. പ്രായം കടന്നു പോകുന്തോറും ഇടയ്ക്ക് രോഗങ്ങൾ തലപൊക്കുമ്പോഴും ഷഹീദ തൻ്റെ ജോലിയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. പ്രതിസന്ധികളിലും തളരാത്ത മനസ്സുമായി വീടെന്ന സ്വപ്നം സാക്ഷാത്കരിച്ച ശേഷമേ നാടിൻ്റെ ഊഷ്മളതയിലേക്ക് മടങ്ങൂ എന്നുള്ള തീരുമാനത്തിലാണ് ഷഹീദ. ഇനിയുള്ള വനിതാ ദിനങ്ങളിലും ഗൾഫിൽ നിന്നും ഇനിയും ഇതുപോലെ ഗദ്ദാമമാരുടെ നല്ല വാക്കുകൾ കേൾക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സാഹസികരായ ആളുകളെ സ്വാഗതം ചെയ്ത് ദുബായ് മറീനയിൽ പുതിയൊരു അനുഭവം തുടങ്ങിയിരിക്കുന്നു. ഇതൊരു യാത്രാ അനുഭവമാണ്. മലയാളികളുടെ ഉടമസ്ഥതയിലുള്ള ഷാർജറ്റിൽ കയറിയാൽ വലിയ അനുഭവമാണ് നിങ്ങൾക്കെല്ലാം ഉണ്ടാവുക. 360 ഡിഗ്രിയിൽ ഈ ബോട്ടിൽ കറങ്ങിത്തിരിയാം. തിരമാലകളെ ഭേദിച്ച് നമുക്ക് മുന്നേറാം. ഏതാണ്ട് മരുഭൂമിയിലെ ഡെസേർട്ട് സഫാരി പോലെ തന്നെ ഒരു ഓഷ്യൻ സഫാരിയാണ് ഷാർജറ്റ് സമ്മാനിക്കുന്നത്. ദുബായ് മറീനയിലെയും ഒപ്പം ഷാർജറ്റിൻ്റെയും കാഴ്ചകളാണ് ഇനി. മരുഭൂമികളിലെ സഫാരി പോലെ കടൽ തിരമാലകളെ കീറിമുറിച്ചാണ് ദുബായിലെ ഈ ഓഷ്യൻ സഫാരി. സാഹസികരായ സഞ്ചാരികൾക്ക് വേണ്ടി ദുബായ് മറീനയിൽ മലയാളികളുടെ നേതൃത്വത്തിലാണ് ഷാർക്ക് ജെറ്റിൽ സഫാരിക്ക് അവസരം ഒരുക്കിയിട്ടുള്ളത്. മറീനയിലെ പടിഞ്ഞാറൻ ജെട്ടിയിൽ നിന്നും ബോട്ട് നീങ്ങുമ്പോൾ വെറും 4 നോട്ടിക്കൽ മൈൽ വേഗത. കടലിലേക്കെത്തിയാൽ ഷാർക്ക് ജെറ്റ് സ്രാവിന്റെ തനി സ്വഭാവം കാണിക്കും. 45 നോട്ടിക്കൽ മൈൽ വേഗത്തിലാണ് പിന്നെ ഈ സ്പീഡ് ബോട്ടിന്റെ കുതിപ്പ്.
ഇത് ഷാർക്ക് ജെറ്റ് എന്ന് പറയും ബോട്ട്. ഇത് ജെറ്റ് ബോട്ടാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഫുള്ള് അഡ്വഞ്ചറിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബോട്ടാണ്. അത് സ്പീഡ് ബോട്ടാണ്, അതിനൊപ്പം തന്നെ അഡ്വഞ്ചറായിട്ട് യൂസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഡെസേർട്ട് സഫാരി അങ്ങനെ ഇത് യൂസ് ചെയ്യണോ അതേപോലെ തന്നെ ഇതിനകത്ത് യൂസ് ചെയ്യണം. നമ്മൾ ഓഷ്യൻ സഫാരി ആയിട്ട് യൂസ് ചെയ്യണം. ഇതിൻ്റെ ഒരു സേഫ്റ്റി ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% സെക്യൂർഡാണത്. ഇതിൻ്റെ ബോട്ടിൻ്റെ ഹിസ്റ്ററി അനുസരിച്ചിട്ട് 0 ആക്സിഡൻറ്റ് ഹിസ്റ്ററി ആണുള്ളത്. അതുപോലെ തന്നെ ഈ ബോട്ടിന് 2 സൈഡിലും എയർ പോക്കറ്റ്സുകളുണ്ട്. അതുപോലെ നമ്മൾ 5 ഇയേഴ്സിന് മുകളിലുള്ള കുട്ടികളത് മാത്രമാണ് നമ്മൾ ഇതിനകത്ത് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വരുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ 100% സെക്യൂർഡായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിരമാലകളെ തല്ലിയും ചെരിഞ്ഞും കറങ്ങിയും സഞ്ചാരികളെ ഷാർക്ക് ജെറ്റ് ഇളക്കി മറിക്കും. 360 ഡിഗ്രിയിൽ വെള്ളത്തിനു മീതെ കറങ്ങിത്തിരിയാനുള്ള സുരക്ഷിതമായ സംവിധാനവും 460 കുതിര ശക്തിയുള്ള ഇൻബോർഡ് എഞ്ചിൻ ഘടിപ്പിച്ച ഷാർക്ക് ജെറ്റിനുണ്ട്. ഇതിൻ്റെ യാത്ര എന്ന് പറഞ്ഞാൽ 1 അവറാണ് ഇതിൻ്റെ യാത്ര വരുന്നത്. ഈ 1 അവറിൽ നമ്മൾ ഈ ബോട്ട് ഇത്രയും സ്പീഡ് ബോട്ടാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞ സ്പീഡ് ബോട്ടാണ്. അപ്പോൾ ഈ ഇത്രയും സ്പീഡിൽ പോകുന്ന സമയത്ത് തന്നെ ഈ ബോട്ട് 360 ഡിഗ്രിയിൽ ബോട്ട് ചെയ്യുന്നത്. 360 ഡിഗ്രി ചെയ്യുന്ന ആകെയുള്ളൊരു ബോട്ട്, സ്പിൻ ചെയ്യുന്ന ആകെ ഒരു ബോട്ടാണ് നമ്മുടെ UAE-ലുള്ളൂ. ഇത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു ബോട്ടാണ്. ഇത് UAE-ൽ വേറെ ആർക്കും ഇല്ല. ഈ ബോട്ട് നമ്മുടെ എക്സ്ക്ലൂസീവ് ബോട്ടാണത്. ലൈഫ് ജാക്കറ്റ് ധരിച്ചാണ് യാത്രക്കാർ സാഹസിക യാത്ര ആസ്വദിക്കുന്നത്. ഓട്ടോമാറ്റിക് ലൈഫ് ജാക്കറ്റാണ് നൽകുന്നത്. വെള്ളം തൊട്ടാൽ ഇതിനുള്ളിലെ സിലിണ്ടർ ജാക്കറ്റിനെ വീർപ്പിക്കും. രാവിലെ 11 മുതൽ ത്രിൽ യാത്രയ്ക്ക് അവസരമുണ്ട്. ഓൺലൈനിൽ ബുക്ക് ചെയ്തെത്തിയാൽ 130 ദിർഹത്തിന് 1 മണിക്കൂർ കടൽ യാത്ര ആസ്വദിക്കാം. ഇപ്പം നമ്മൾ ചാർജ് ചെയ്യുന്നത് 200 ദിർഹംസാണ് പെർ ഹെഡ്. നമ്മൾ ഇപ്പോൾ ചെറുതായിട്ട് നമ്മൾ ഓഫർ ഇടാനുള്ള പ്ലാൻ ഉണ്ട്. നമ്മളെ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഓഫറും കാര്യങ്ങളും കിട്ടും. കുട്ടികൾക്ക് നമ്മൾ സെപ്പറേറ്റ് ചാർജസ് ആണ് 5 ഇയേഴ്സിന് മുകളിലുള്ള കുട്ടികൾക്ക്. അതുപോലെ നമ്മൾ സൈറ്റ് സീനിങ് ഉണ്ട്. അഡ്വഞ്ചറാണ് നമ്മുടെ ഏറ്റവും മെയിനായിട്ടുള്ള സംഭവം. നമ്മൾ ഓഫർ ഇടാനായിട്ട് പ്ലാൻ ഉണ്ട്. sharkjet.uae.com നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓഫേഴ്സും കാര്യങ്ങളെല്ലാം അപ്ഡേറ്റഡ് ആയിരിക്കും. നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ ടിക്കറ്റ് അതിൽ നിന്ന് തന്നെ ഓൺലൈൻ ബുക്ക് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ അതിൽ നമ്പറുണ്ട്, അതിനകത്ത് വിളിച്ച് ബുക്ക് ചെയ്താലും നമുക്ക് ചെയ്യാൻ പറ്റും. 13 പേർക്കാണ് ഒരേ സമയം യാത്രയ്ക്ക് അവസരമുള്ളത്. ത്രില്ലടിച്ചുള്ള യാത്ര വേണ്ടാത്തവർക്ക് അടങ്ങി ഒതുങ്ങിയിരുന്ന് അറ്റ്ലാന്റിസ് അടക്കമുള്ള കാഴ്ചകൾ ആസ്വദിക്കാനുള്ള അവസരവും മലയാളികളുടെ ഉടമസ്ഥതയിലുള്ള ഷാർക്ക് ജെറ്റ് സമ്മാനിക്കുന്നു. Made a memorable experience. We have fun. It was very beautiful. It was amazing. It was something that it was wait too. But marvelous. Yeah. So taste. It will be have a good experience. കൃത്രിമ മഴ പെയ്യിക്കാൻ സാധ്യതകൾ പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തി. ഏറെ മലയാളികൾ അധിവസിക്കുന്ന UAE അത്തരത്തിൽ കൃത്രിമ മഴ പെയ്യിക്കുന്നതിൽ ഒരു മാതൃകാ രാജ്യമാണ്. 2001-ൽ ദക്ഷിണാഫ്രിക്കയുമായി ചേർന്ന് UAE മഴയുടെ വലിയ സാധ്യതയെക്കുറിച്ച് പഠനങ്ങൾ നടത്തുകയാണ്. ഇന്ത്യ ഈ കാര്യത്തിൽ UAE-യുമായി സഹകരിക്കുകയാണെങ്കിൽ അതുവഴി കേരളത്തിലേക്കും കൃത്രിമ മഴയെത്തും. നല്ല ദിനങ്ങൾ നമുക്കുണ്ടാകട്ടെ, വരൾച്ച നമുക്കുണ്ടാകാതിരിക്കട്ടെ. അറേബ്യൻ സ്റ്റോറീസിൻ്റെ മുൻ എപ്പിസോഡുകൾ കാണാൻ മാതൃഭൂമിയുടെ യൂട്യൂബും അതോടൊപ്പം തന്നെ മാതൃഭൂമി.com സന്ദർശിക്കുക. നിങ്ങളുടെ ചുറ്റുമുള്ള വാർത്തകൾ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. എപ്പോഴും ഞാൻ പറയുന്നതാണ്, കാരണം നിങ്ങളുടെ വാർത്തകൾ കൊണ്ടാണ് പലപ്പോഴും ഞങ്ങൾക്ക് നല്ല കാഴ്ചകളും വിശേഷങ്ങളും കിട്ടുന്നത്. വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.